നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേസിലകപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ അയോധ്യയിലേക്ക് പോകുന്നു. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രാമക്ഷേത്രം സന്ദർശിക്കാനാണ് ഇന്ന് അയോധ്യയിലേക്ക് പുറപ്പെടുന്നത്. ഭാര്യയും മാതാപിതാക്കളും കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ജനുവരി 22-ന് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്ന ദിവസം അയോധ്യയിലേക്കുള്ള ക്ഷണം താൻ സ്വീകരിച്ചില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നു. കുടുംബത്തിനൊപ്പം പിന്നീട് അയോധ്യ സന്ദർശിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ രാവിലെ ഉത്തർപ്രദേശിലെ MLA-മാർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം രാമക്ഷേത്രത്തിലെത്തി വിവിധ പൂജകളിൽ പങ്കെടുത്തു. മുഖ്യപ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് MLA-മാരും വിട്ടുനിൽക്കുകയും ചെയ്തു. BJP, കോൺഗ്രസ്, BSP ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ MLA-മാർ ബസ്സുകളിലാണ് അയോധ്യയിലെത്തിയത്. കുടുംബത്തോടൊപ്പം രാമക്ഷേത്രവും ഇവർ സന്ദർശിക്കും. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ രാമഭക്തനായി മാറുന്നതിന്റെ പിന്നിൽ എന്താണ്? അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ആ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി ED പലതവണ വിളിച്ചെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. എന്നാൽ ED കോടതിയെ സമീപിക്കുകയും കോടതി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശം നൽകുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലേക്ക് രാമന്റെ അനുഗ്രഹം തേടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഇനി പോകാനുള്ളത് കേരളത്തിൽ നിന്ന് വീണ വിജയൻ കൂടിയാണ്. വീണ വിജയനും ഇപ്പോൾ കേസിൽപ്പെട്ട് ഏതാണ്ട് ഇന്ന് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയാൻ കഴിയും. കർണാടക ഹൈക്കോടതിയിൽ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണമെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ഹർജി നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിലും അതേപോലെ തന്നെ വീണയ്ക്കെതിരായ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസിൻ്റെയും വിധി ഇന്നറിയാം. ഇതിനുശേഷം ഇനി വീണ വിജയനും അയോധ്യയിലേക്ക് പോകുമോ എന്ന് സാധാരണക്കാർ സംശയിക്കുന്നുണ്ട്. കാരണം കേസിലകപ്പെടുമ്പോഴാണ് ചിലപ്പോൾ ചിലർ ദൈവവിശ്വാസികളും ഭക്തരുമൊക്കെയായി മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ മാറ്റം തന്നെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അരവിന്ദ് കെജ്രിവാൾ പോകുന്നതിനൊപ്പം അല്ലെങ്കിൽ അതിന് പിന്നാലെയോ വീണ വിജയൻ കൂടി അയോധ്യയിലേക്ക് എത്തുമോ എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ പോലും സംശയിക്കേണ്ടതില്ല.